നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സിലെ ഈ മാറ്റങ്ങൾ അറിയാം. ട്രാഫിക് പിഴ തുകകളിലെ ഇളവുകൾ സംബന്ധിച്ച വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നു. പരമാവധി ഇളവ് 35% നിജപ്പെടുത്തും. എമിറേറ്റ്സിലെ ട്രാഫിക് പിഴവുകളിൽ ഇളവ് അനുവദിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിൽ ഒരു ഔദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതായി എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഷാർജ ഡെപ്യൂട്ടി ഭരണാധികാരിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ H ഷെയ്ഖ് അബ്ദുള്ള ബിൻ സലേം ബിൻ സുൽത്താൻ അൽ ഖാസിമയുടെ നേതൃത്വത്തിൽ 2023 ഫെബ്രുവരി 28 ചേർന്ന എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. എമിറേറ്റിലെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴ തുകകളിൽ നൽകുന്ന ഇളവുകൾക്ക് ശതമാനം ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ഈ യോഗത്തിൽ തീരുമാനം എടുത്തു. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിഴ തുകകൾ ഒടുക്കുന്നതിൽ വരുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനുമായാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ തീരുമാനം 2023 ഏപ്രിൽ 1 മുതൽ ഷാർജയിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇതുപ്രകാരം ട്രാഫിക് നിയമലംഘനം നടത്തി തീയതി മുതൽ 60 ദിവസത്തിനിടയിൽ പിഴ തുകകൾ അടച്ചു തീർക്കുന്ന വ്യക്തികൾക്ക് പിഴ തുകയിൽ 35% ഇളവ് അനുവദിക്കുന്നതാണ്. പിഴ തുകകൾ, വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുകകൾ, കാലതാമസം വരുത്തിയതിനുള്ള പിഴ തുടങ്ങിയവയ്ക്കെല്ലാം ഈ തീരുമാനം ബാധകമായിരിക്കും. ട്രാഫിക് നിയമലംഘനം നടത്തിയ തീയതി മുതൽ 60 ദിവസത്തിനു ശേഷവും 1 കൊല്ലത്തിനിടയിലും പിഴ ഒടുക്കുന്നവർക്ക് പിഴത്തുകയിൽ 25% ഇളവ് അനുവദിക്കുന്നതാണ്. ഈ ഇളവ് പിഴത്തുകയ്ക്ക് മാത്രമാണ് അനുവദിക്കുന്നത്. 1 വർഷത്തിനു ശേഷം പിഴത്തുകകൾ അടച്ചു തീർക്കുന്നവർക്ക് ഇളവുകൾ ലഭിക്കുന്നതല്ല. ഇത്തരം വ്യക്തികൾ പിഴത്തുകകൾ, വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുകകൾ, കാലതാമസം വരുത്തിയതുമായി ബന്ധപ്പെട്ട പിഴത്തുകകൾ എന്നിവ മുഴുവനായി അടച്ചു തീർക്കേണ്ടതായി ഉണ്ട്. ഗുരുതര ട്രാഫിക് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴ തുകകൾക്ക് ഇത്തരം ഇളവുകൾ ബാധകമല്ല. എമർജൻസി വാഹനങ്ങൾ, ആംബുലൻസുകൾ, പോലീസ് കാറുകൾ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനങ്ങൾ എന്നിവയ്ക്ക് വഴി നൽകാൻ വിസമ്മതിക്കുന്ന പക്ഷം 1000 ദിർഹം പിഴയും 6 നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളുമാണ് ലഭിക്കുക. UAE റോഡുകളിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാൽ മാത്രമല്ല, കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിച്ചാലും പണി കിട്ടുമെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. മെല്ലെ പോയാൽ മതിയെന്നുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർ റോഡുകളിലെ അതിവേഗ പാതയിൽ പ്രവേശിക്കരുതെന്ന് UAE പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം ട്രാഫിക് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെടും. റോഡിൽ അനുവദനീയമായ ഏറ്റവും ഉയർന്ന പരിധിയിൽ വാഹനം ഓടിക്കുന്നവർ മാത്രമാണ് ഹൈവേയിലെ ഏറ്റവും ഇടതുവശത്തുള്ള പാത ഉപയോഗിക്കേണ്ടതെന്നും പോലീസ് നിർദ്ദേശം നൽകി. അതിവേഗ പാതകൾ എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിങ്ങിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായും പോലീസ് അറിയിച്ചു. ഹൈവേയിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ എല്ലായ്പ്പോഴും വലതുപാതയിൽ തന്നെ വാഹനം ഓടിക്കണമെന്നും ദുബായ് പോലീസ് പറഞ്ഞു. തെറ്റായ ഓവർടേക്കിങ്ങിന് 600 ദിർഹം പിഴ, മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് മതിയായ അകലം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 400 ദിർഹം പിഴയും 4 നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളും ലഭിക്കുമെന്നും പോലീസ് അറിയിച്ചു. UAE വലതുവശത്ത് നിന്ന് മറികടക്കുന്നത് നിയമവിരുദ്ധമാണ്. തെറ്റായ ഓവർടേക്കിംഗ് 600 ദിർഹം പിഴയും 6 നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളും ലഭിക്കാവുന്ന ട്രാഫിക് കുറ്റകൃത്യമാണ്. അതിവേഗ പാതയിൽ വേഗത കുറഞ്ഞ വാഹനത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർ അതിനായി റോഡ് ഷോൾഡർ ഉപയോഗിക്കരുത്. 1000 ദിർഹം പിഴയും 6 നെഗറ്റീവ് ട്രാഫിക് പോയിന്റുകളും ലഭിക്കുന്ന ഗുരുതരമായ കുറ്റമാണിതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.